ഇതാണ് കേട്ടോ ചാമ്പോ. മലാവിയിൽ കിട്ടുന്ന ലേക്ക് മലാവി കിട്ടുന്ന ചാമ്പോ കേട്ടോ. ഇതിനെക്കാട്ടും വലുപ്പം ഉണ്ടാവും. ഇതിപ്പോൾ ഏകദേശം ഒരു മീഡിയം സൈസ് ഉണ്ടല്ലോ ചേട്ടാ. നമസ്കാരം, സുമിയാണ്. ലൈഫ് ഓഫ് അരൺ സുമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഈവനിങ് വ്ളോഗാണ്. നമ്മളിവിടെ നല്ല അടിപൊളി മീൻ പൊള്ളിച്ചതും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. നല്ല ചാമ്പോ മീൻ, അതായത് മലാവിയിലെ തടാകമാണ്, ഒരു ശുദ്ധജല തടാകമാണ് ലേക്ക് മലാവി എന്ന് പറയുന്നത്. ഈ ലേക്ക് മലാവിയിൽ മാത്രം കിട്ടുന്ന ഒരു മീനാണ് ചാമ്പോ എന്ന് പറയുന്നത്. കണ്ടാൽ തിലോപ്പിയ അല്ലെങ്കിൽ കരിമീൻ്റെ ഒക്കെ പോലെ ഉണ്ടെങ്കിലും പക്ഷേ അതിൻ്റെ ടേസ്റ്റും ഒക്കെ വേറെയാണ്. ഇവിടെ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. ശുദ്ധജലത്തിൽ ഉണ്ടാകുന്ന മീനാണ് കേട്ടോ ഈ ചാമ്പോ എന്ന് പറയുന്നത്. അപ്പം ഇന്ന് വലിയ ചാമ്പോ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അതിനെ പൊള്ളിക്കാൻ മീൻസ് പൊരിച്ച് കുറച്ച് വാഴേൻ്റെ ഇലയിലൊക്കെ ഒന്ന് കവർ ചെയ്തിട്ടുള്ള ഒരു ഐറ്റം. അപ്പം എല്ലാവരും ഒന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും വരും. അരുണേട്ടൻ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടാകും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് കേട്ടോ ചാമ്പോ. മലാവിയിൽ കിട്ടുന്ന ലേക്ക് മലാവി കിട്ടുന്ന ചാമ്പോ കേട്ടോ. ഇതിനെക്കാട്ടും വലുപ്പം ഉണ്ടാവും. ഇതിപ്പോൾ ഏകദേശം ഒരു മീഡിയം സൈസ് ഉണ്ടല്ലോ അരുണേട്ടാ. ഇത് നമ്മുടെ ഏകദേശം നമ്മുടെ തിലോപ്പീനൊക്കെ പോലെ കേട്ടോ. കരിമീനേക്കാളും ടേസ്റ്റ് എന്ന് പറയും. പൊള്ളി സാധനമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ സാധനത്തിനെ പൊള്ളിച്ചെടുക്കുക എന്നുള്ളതാണ്. കരിമീൻ പൊള്ളിക്കുന്ന പോലെ ഇതിനെ പൊള്ളിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ചെറായി കട്ടിച്ച് വലിയ മുള്ളാണ്. മുള്ള് കുറച്ച് മീനാണ്. അപ്പോൾ അരുണേട്ടൻ ഇവിടെ 3 ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ചിതമ്പൽ മാത്രം കളഞ്ഞിട്ടുള്ളൂ. സ്കിന്ന് നമ്മൾ കളഞ്ഞിട്ടില്ല. പിന്നെ ഉള്ളൊക്കെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. വൈകുന്നേരത്തെ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെയൊക്കെ ചെതുമ്പിൽ കളയാൻ നല്ല സുഖമാണ് കേട്ടോ. കാരണം ഇത് നല്ല ഫ്രോസൺ ആക്കി വെക്കണം. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് മീൻ വാങ്ങുക, ഫ്രിഡ്ജിൽ വെക്കുക, എന്നിട്ട് ഐസാക്കുക. ഐസായി കഴിഞ്ഞാൽ ഇത് ക്ലീൻ ചെയ്യാൻ നല്ല സുഖമാണ്. ഉണ്ടോ? കത്തി കൊണ്ട് ഇങ്ങനെ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ ആ ചെതുമ്പിലെല്ലാം പോകും. നല്ല ചെതുമ്പുള്ള മീനാട്ടത്. നമ്മളിതിനെ ഒന്ന് വാശി ജസ്റ്റ് ആയിട്ട് ആക്കിയതിന് ശേഷം നമ്മളിത് പിടിക്കുക, ഇതിൻ്റെ കട്ട് ചെയ്യുക സെൻറ്ററായിട്ട്. നമ്മുടെ തങ്ക് ഇവിടെ ഉണ്ട് കേട്ടോ. മീൻ്റെ ഒക്കെ മണം കേട്ടപ്പോൾ അത് എങ്ങോട്ടാ പോകേണ്ടത് ദൈവമേ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. തങ്കുമ്മ ഇവിടെ മീൻ്റെ മണമാണല്ലോ ദൈവമേ ഇവരെന്താ ചെയ്യുന്നതെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതേ നോക്കിക്കണോ കേട്ടോ. മീൻ്റെ ഉള്ളിലുള്ളതൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് കളഞ്ഞിട്ടോ. ഇനി കഴുകിയാൽ മതി. ചിലപ്പോൾ സ്പെഷ്യലായിട്ട് മീൻ കട്ടുന്ന ആൾക്കാർ പറയും ഇങ്ങനെ നല്ല മീൻ കട്ടിയാണ്. പക്ഷെ അമ്മക്കറിയുന്നല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ക്ഷമിക്കുക അല്ലേ? അതെ, നമ്മൾ ഈ പ്രൊഫഷണൽ മീൻ വെട്ടുകാരൊന്നും അല്ലാത്തതുകൊണ്ട് അറിയണ ചെയ്യും. അപ്പം ഇതേ ക്ലീൻ ചെയ്ത് വെച്ച മീന് നമ്മൾ വരയൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് നാരങ്ങ നീര് ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത്, കുറച്ച് എണ്ണയും കൂടെ അതെല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സ് മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിനൊരു 1 മണിക്കൂർ നമുക്ക് ഇതേപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ടാണ് നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതേ എല്ലാ മീനും ഇങ്ങനെ വരയിട്ട് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിയ മീനാണ് കേട്ടോ. അപ്പോൾ മീനൊക്കെ നന്നാക്കി വെച്ച് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത് അരുണേട്ടൻ ഇവിടെ ബ്ലൂടൂത്ത് സ്പീക്കർ ഒന്ന് ശരിയാക്കുകയാണ്. അതെന്തോ ചെറിയൊരു വയറിങ്ങിന് പ്രശ്നമുണ്ട്. പക്ഷേ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാട്ടൊക്കെ ഇട്ടൊന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മറ്റവരാരും വന്നിട്ടില്ല കേട്ടോ. അവരൊക്കെ കുറച്ച് കഴിയുമ്പോഴേ വരുള്ളൂ. അപ്പോൾ അരുണേട്ടൻ അവിടെ നന്നാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കിച്ചണിലേക്ക് വന്ന് ബാക്കി പണിയൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എന്താ വോയിസ് ഓവർ കൊടുക്കണമെന്ന് വെച്ചാൽ ചെറുതായിട്ട് ഫോണിലുള്ള പാട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുമല്ലോ വിചാരിച്ചിട്ടാട്ടോ ഞാൻ സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുത്തത്. അപ്പം ഞാൻ ആദ്യം തന്നെ ഉള്ളിയൊക്കെ കുറച്ച് അധികം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അധികം ഉള്ളി എന്തിനാണെന്ന് വിചാരിക്കുന്നുണ്ടാവും. അത്രയും 7 മീനുണ്ട് നമ്മൾ, അതും വലിയ സൈസ് മീനാണ്. അപ്പോൾ അതൊക്കെ അതിലൊക്കെ മസാലകളാക്കണം എന്നുണ്ടെങ്കിൽ ഇത്രയധികം ഉള്ളി വേണം കേട്ടോ. അപ്പോൾ ചട്ടിയൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള എല്ലാ ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റെസിപ്പിക്ക് ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത്. പക്ഷേ എൻ്റെ അടുത്ത് കഴിഞ്ഞ
കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മാർക്കറ്റിൽ പോയപ്പോൾ 1 കിലോ ചെറിയ ഉള്ളി മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ അവിടെ ചെറിയ ഉള്ളി കിട്ടാനില്ല. അപ്പോൾ എന്തായാലും ഉള്ളി വേണമല്ലോ, എന്നാൽ സബോള ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വലിയ ഉള്ളി തന്നെ അരിഞ്ഞ്, അതായത് ചോപ്പ് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഇനി ഈ ഉള്ളി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് വഴറ്റിയെടുത്തിട്ട് വേണം ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ കൂടി പിന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, ഓയിൽ. അതായത് ഓയിൽ കുറവാന്ന് തോന്നി, അപ്പോൾ കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി എടുക്കുന്നുണ്ട്. അരുണേട്ടന് ഇവിടെ എനിക്ക് തേങ്ങ പൂണ്ട് തരികയാണ്, കാരണം നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് ചിരവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതുപോലെ തേങ്ങ പൂണ്ടിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതേപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. എന്നെങ്കിൽ മാത്രം നമുക്കത്, അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്, തേങ്ങ ചിരകിയിട്ടല്ല ചെയ്യാറ്. അപ്പോൾ നേരത്തെ നമ്മൾ അടുപ്പിൽ വെച്ച ഉള്ളി ഇതെല്ലാം വാടി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം ചേർത്ത ആ ക്വാണ്ടിറ്റിനെക്കാട്ടും കുറച്ച് കുറഞ്ഞു കേട്ടോ, അതായത് നല്ല സോഫ്റ്റായി വന്നപ്പോൾ ക്വാണ്ടിറ്റി കുറഞ്ഞ പോലെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനൊരു 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടെ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. ഇനി നമ്മൾ ഒരു ചെറിയൊരു തക്കാളി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് കുറച്ച് കുടംപുളീൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഒരുപാടൊന്നും വേണ്ട, ചെറിയൊരു ടേസ്റ്റിന്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുടംപുളിയുടെ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കഴിയുമ്പോൾ ഇങ്ങനെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരും കേട്ടോ. ആ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇത്രയും നേരമായിട്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർക്കുന്നതിൻ്റെ മുന്നേ കുടംപുളീൻ്റെ ടേസ്റ്റ് എങ്ങനെ, ഒരുപാട് കുടംപുളീൻ്റെ ഒരു കുത്തലുണ്ടാവുമല്ലോ, ഒരു പുളീൻ്റെ രുചി, അതെങ്ങനെയെന്നുള്ളത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം. എന്നിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് ഏറ്റവും അവസാനം നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഓഫാക്കി വെക്കുക. പിന്നെ അധികം തീ കത്തിക്കരുത് കേട്ടോ. അപ്പം നമ്മൾ മീൻ വറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. നമ്മളടുത്ത് എത്ര കറിവേപ്പില ഉണ്ടോ അത്രയും കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള അത്യാവശ്യം കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ മാത്രമായിട്ടല്ല നമ്മൾ ഉണ്ടാക്കുന്നത്, 2 പാനിലായിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. കാരണം അത്രയധികം മീനും ഉണ്ട്, അപ്പോൾ പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് സമയം ഒരുപാട് എടുക്കും. അതുകൊണ്ട് 2 പാത്രത്തിലായിട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ എണ്ണയൊക്കെ ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ പാനിൽ ഞാൻ 2 മീനായിട്ട് വെക്കാനാണ് പോകട്ടോ. അത്യാവശ്യം സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്ക് 2 മീനായിട്ട് വെക്കാം. അപ്പം ഒരു മീൻ വെച്ച സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു മീനും കൂടെ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ വെച്ച് കൊടുക്കാം. അത്യാവശ്യം വലിയൊരു പാൻ വേണം കേട്ടോ നമുക്കത് ചെയ്യാൻ. മീനിൻ്റെ സൈസ് അനുസരിച്ച് വേണം നമ്മൾ പാൻ എടുക്കാൻ. അപ്പം നമ്മളിതിൽ 2 മീൻ വെച്ച് കൊടുത്തു. ഇനി അപ്പുറത്തെ അടുപ്പ് കത്തിച്ചിട്ട് അതിലും നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഷാലോ ഫ്രൈ ആണ്, ഒരുപാട് ഡീപ്പായിട്ട് ഫ്രൈ ആയി പോകണ്ട. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ.
അങ്ങനെ നമ്മുടെ മീനൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞു, ശാല ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞു. അപ്പോൾ അരുണേട്ടൻ ഇവിടെ വാഴയിൽ അറേഞ്ച് ചെയ്യാണ്. അപ്പോൾ അവിടെ പാട്ടിട്ടിട്ടുണ്ട്, നല്ല സൗണ്ടിലാണ് കേട്ടോ പാട്ടിട്ടേക്കുന്നത്. അതാണ് അരുണേട്ടൻ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ പാട്ടൊന്നും കേൾപ്പിക്കാത്തത്. അപ്പോൾ നമ്മൾ മീനിൽ മസാല എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ വാഴയില ആദ്യം വാട്ടിയെടുക്കണം. വാട്ടിയെടുത്തിട്ട് ആ വാഴയിലയിൽ കുറച്ച് മസാല ഇങ്ങനെ തേച്ച് കൊടുക്കുക. എന്നിട്ട് മീൻ വെക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്ത് വീണ്ടും മസാല തേച്ച് റെഡിയാക്കണം. എന്നിട്ട് ഇത് നമ്മൾ ടൈ ചെയ്യണം. അങ്ങനെയാണ് ഇത് എല്ലാം ചെയ്യുക. എല്ലാ മീനും നമ്മൾ ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. അടിയിൽ ആദ്യം മസാല തേക്കും, പിന്നെ മീൻ വെച്ച് മുകളിൽ വീണ്ടും മസാല തേച്ച് വാഴയിൽ നന്നായിട്ട് പൊതിഞ്ഞെടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം. നമ്മള് എല്ലാ മീനും കണ്ടില്ലേ ഇങ്ങനെ വാഴേന്റെ ഇലയിൽ കെട്ടി പൊതിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമ്മള് ഒന്ന് ചുട്ടെടുക്കാൻ പോവാ. ചുടല്ല, ഗ്രില്ല് ചെയ്തെടുക്കുക, അങ്ങനെയൊക്കെ പറയാം. എന്തായാലും കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത്. നമുക്ക് നേരെ അങ്ങോട്ട് പോവാട്ടോ. അപ്പം നമ്മൾ പുറത്ത് നമ്മുടെ സാധാരണ അൽഫാമൊക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ബ്രായൊക്കെ ചെയ്യുന്ന ആ ഒരു സംഭവത്തിൽ ചാർക്കോളൊക്കെ വെച്ച് നല്ലോണം കനലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഇലയിൽ പൊതിഞ്ഞ മീൻ എല്ലാം ഈ ഒരു കനലിൻ്റെ മുകളിൽ, ഗ്രില്ലിൻ്റെ മുകളിൽ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട്, നമ്മുടെ കോമ്പൗണ്ടിലുള്ള എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോരോ ഇലപ്പൊതികൾ, മീനിൻ്റെ ഓരോരോ പൊതികൾ ഇതിൻ്റെ മുകളിൽ വെക്കുകയാണ്. അടിയിൽ നല്ല കനലുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എല്ലാം നിരത്തി വെച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്കിത് മറിച്ച് ഇടണം. അതായത് ഇല്ലേ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും, നല്ല തീ കനലുള്ളതുകൊണ്ട്. അപ്പം ഇവിടുത്തെ വിഷ്വൽസൊക്കെ കുറച്ച് ക്ലിയർ കുറവായിരിക്കും, ഇരുട്ടാണ് പുറത്ത്. നമ്മൾ ഉള്ള ലൈറ്റൊക്കെ വെച്ച് ഇത് കാണിച്ചു തരാം കേട്ടോ. കുറച്ച് ഇരുട്ടാണ്, അതെല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പം ഇത് വെച്ച് ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മളിനി തിരിച്ചിടാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. കണ്ടില്ലേ അടിയിലുള്ള കനൽ, കണ്ടില്ലേ കനൽ നല്ല ചൂടുണ്ട്. ഇവിടെ പിന്നെ ചാർക്കോൾ നമുക്ക് വാങ്ങാൻ കിട്ടണം കൊണ്ട് ഇതുപോലത്തെ ഇങ്ങനെ ഗ്രില്ല് ചെയ്യുന്ന പരിപാടികളൊക്കെ എളുപ്പമാണ് കേട്ടോ. നമുക്ക് നാട്ടിലത്തെ പോലെ കുറച്ച് അത്രയ്ക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നാട്ടിലാണെങ്കിൽ നമ്മൾ ശരിക്കും വിറക് കത്തിച്ച് അതൊന്ന് കനലുണ്ടാക്കിയിട്ട് പിന്നെ കനലിൻ്റെ ഇതിലിട്ടിട്ടാണുള്ളത് നമ്മൾ ചുട്ടെടുക്കല്. പക്ഷേ ഇവിടെ നമുക്ക് ചാർക്കോള് വാങ്ങാനും വിലക്കുറവും ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ ചാർക്കോൾ ഇവിടെ കിട്ടും. കാരണം ഇവിടുത്തെ എല്ലാ ആൾക്കാരും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചാർക്കോളാണ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ചാർക്കോൾ ഇട്ടിട്ടാണ് തീ കത്തിച്ചിട്ടില്ല. അപ്പോൾ അതേ ഓരോ ഇലകളും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് മറിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടുണ്ട് കേട്ടോ, കൈയൊക്കെ ഒരു പൊള്ളുന്നൊരവസ്ഥ വരും. പക്ഷേ എല്ലാവരും കൂടെ ചേർന്ന് അത് എല്ലാം മാക്സിമം മാനേജ് ചെയ്ത് ഒക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ചുട്ടെടുത്തിട്ട് കഴിഞ്ഞിട്ടുള്ള എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ വെന്ത് വന്നോ എന്താണ് സംഭവം എന്നുള്ളത് അങ്ങനെ നമ്മുടെ എല്ലാ ഇലപ്പൊതികളും നമ്മൾ ചുട്ടെടുത്ത് അതേ വീടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് അഴിച്ച് കാണിച്ചു തരാം. അപ്പോൾ അരുണേട്ടൻ ചോദിക്കുകയായിരുന്നു നമുക്ക് കാണിച്ചാലോ എന്ന്. അപ്പോൾ അതേ ഓരോ ഇലപ്പൊതിയും അഴിച്ചെടുക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലുള്ളത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഫുഡ്. ഞങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റൊക്കെ വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഓൾറെഡി നമ്മളൊരു പകുതി കുക്ക് ചെയ്ത ഫിഷാണ് ഇങ്ങനെ ചുട്ടെടുത്തത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ മസാലകളൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു മീനിൻ്റെ ഒരു റെസിപ്പിയും അതുപോലെ തന്നെ നമ്മൾ ചപ്പാത്തിയാണ് നമ്മൾ കഴിച്ചത്. ഈ ഒരു മീൻ റെസിപ്പിക്ക് എന്താ പറയേണ്ടത്, പേരെന്താണെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ റെസിപ്പി എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പേര് അറിയെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അതേപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ് ഇതിന്. നമ്മുടെ നാട്ടിലൊക്കെ ഓരോ ഇതുപോലത്തെ വലിയ മീനുകളൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ, അപ്പോൾ അതൊക്കെ വെച്ച് ട്രൈ ചെയ്ത് നോക്കിയാലും മതി. അപ്പം എല്ലാവരും ആ ഫുഡിനെ പറ്റി പറയുമായിരുന്നു, കാണാൻ രസമുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട് എന്നൊക്കെ എല്ലാവരും പറയുമായിരുന്നു. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങളെടുത്തു. ഇനി ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ ബൈ.